മാന്യ പ്രേക്ഷകരെ, എവരിത്തിങ് ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളും എക്സാലോജി കമ്പനിയുടെ ഡയറക്ടറുമായിട്ടുള്ള വീണ വിജയനെ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ED കൊച്ചിൻ ഓഫീസിൽ സമൻസ് അയച്ച് നോട്ടീസ് കൊടുത്ത് ഇപ്പോൾ ആ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്പനി തുടങ്ങി, എക്സാലോജിക്കെന്നും പറഞ്ഞൊരു കമ്പനി തുടങ്ങി. അതൊരു IT കമ്പനിയാണെന്ന് പറയുന്നു. മാസപ്പടിയായിട്ട്, നോക്കുകൂലിയായിട്ട് ലക്ഷക്കണക്കിന് രൂപ കമ്പനിയിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റി അങ്ങനെ സാമ്പത്തിക ദുരൂഹ ഇടപാടുകൾ നടത്തി എന്ന ദുരൂഹമാണെന്നാണ് പറയുന്നത്. കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരുപാട് രേഖകൾ പിടിച്ചെടുത്തു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ആരും ചോദ്യം ചെയ്യാനോ വിളിപ്പിക്കാനോ സാധിക്കാതെ ഇത്രയും കാലം കഴിഞ്ഞുകൂടി. ഒരു സമൻസ് പോലും അയച്ചിട്ടില്ല. സമൻസ് അയച്ചിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല. എല്ലാം ദുരൂഹമായിരുന്നു. ഇപ്പോൾ നിയമത്തിൻ്റെ മുൻപിൽ കീഴടങ്ങി ചോദ്യം ചെയ്യലിന് വിധേയമാണ്. അതോടൊപ്പം തന്നെ കരിമണൽ കർത്ത, രാജ്യത്തിൻ്റെ നാടിൻ്റെ സ്വത്ത് തട്ടിയെടുത്ത് അത് ദുരൂഹമായ രീതിയിൽ ബിസിനസ് നടത്തി കോടികൾ അടിച്ചു മാറ്റി എല്ലാവിധ പാർട്ടികൾക്കും എല്ലാത്തരം സാമൂഹ്യ സേവകർക്കും രാജ്യസേവകർക്കുമൊക്കെ കൈക്കൂലിയായിട്ട് കൊടുത്ത് അതിൻ്റെ ലിസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുജനം തലമറിച്ചു പോകും. വിദ്യാസമ്പന്നരും പഠിച്ചവരുമായ വിദ്യാർത്ഥികളും സമരം ചെയ്തും ഉരുണ്ടും നിലത്ത് കിടന്നും എഴഞ്ഞിട്ടൊന്നും ജോലി കിട്ടാതെ പാവങ്ങൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ മാതിരിയുള്ള തട്ടിപ്പും വെട്ടിപ്പുമാരും എല്ലാം കർത്തയുടെയും മറ്റുള്ളവരുടെയും കോഴ പറ്റിയും, അതേപോലെ തന്നെ കേരളത്തിലെ ഈ പൊതുജനങ്ങൾക്ക് ഉപദ്രവമായിട്ടുള്ള ഈ ബാറുകളും ഹോട്ടലുകളും ബാർ ഹോട്ടലുകളും മദ്യക്കടകളും എല്ലാത്തിൻ്റെ അന്വേഷണം ഒന്ന് ഈ നമ്മുടെ VD സതീശൻ ഗവൺമെൻറ് പൊതുജനങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കേണ്ടതാണ്. ഇത് മുഴുവനും ബിനാമിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ഭൂരിഭാഗവും കിങ്കരന്മാരുടേതുമാണ്. ഇങ്ങനെ നാട് കൊള്ളയടിച്ച് ഒരു കൂട്ടർ സുഖിക്കുമ്പോൾ അവർ വിദേശങ്ങളിലും മറ്റുള്ളിടത്തും അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും പറഞ്ഞു വിട്ടും, അതോടൊപ്പം തന്നെ അത്യുന്നത ചികിത്സയ്ക്ക് വർത്തമാനം മാത്രമേ ഉള്ളൂ. എല്ലാം വിദേശ രാജ്യങ്ങളിലെ ഹൈടെക് ഹോസ്പിറ്റലുകളിലും മയോ ക്ലിനിക്കിലും എല്ലായിടത്തും കൊള്ളപ്പണവും കള്ളപ്പണവും അല്ലാത്ത കിംബളവുമായിട്ട് പോയി അവർ ചികിത്സ ചെയ്ത് പരമാനന്ദം എനിക്ക് മാത്രം, ബാക്കിയുള്ളവർക്കെല്ലാം ഒരാനന്ദവും വേണ്ട എന്നുള്ള പരമാനന്ദം എനിക്കും എൻ്റെ സന്തതി പരമ്പരകൾക്കും എൻ്റെ ചാർച്ചക്കാർക്കും മാത്രം, അല്ലാത്തവർക്കൊക്കെ ഒരാനന്ദവും വേണ്ട എന്നുള്ള രീതിയിൽ കൊള്ളയടിച്ചിരിക്കുന്ന ഇതിനെ പറ്റിയൊക്കെ ഒരു അന്വേഷണം വരണം. ഇങ്ങനെ ഇപ്പോൾ കരിമണൽ കണൽ തന്നെ, കരിമണൽ ഖനനം പാരിസ്ഥിതിക ദോഷവും ഒരുപാട് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി, നിയമങ്ങൾക്ക് വിധേയമായിട്ട് വേണം അതിന് ലൈസൻസ് കിട്ടുവാനും. അതെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ട് വേറെ കള്ളത്തരത്തിലൂടെ ലൈസൻസ് കൊടുത്തുകൊണ്ട് മാലിന്യ ഇതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കാതെ, പാവങ്ങൾക്കൊരു പെട്ടിക്കടയ്ക്ക് ലൈസൻസ് കൊടുക്കാതെ, ഒരു പശുത്തൊഴുത്തിന് ലൈസൻസ് കൊടുക്കാതെ ഇമാതിരി കൊള്ളയടിച്ചിരിക്കുന്ന ഇവരെയൊക്കെ ഇനി പഴയ മുഖ്യമന്ത്രിയാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇതിനെയെല്ലാം നിയമത്തിൻ്റെ മുന്നിലും ഗവൺമെൻറ്റിൻ്റെ മുന്നിലും കൊണ്ടുവരണം. അങ്ങനെ വളരെ കാലത്തെ അതിഭഗീരഥ പ്രയത്നത്തിന് ശേഷം വീണ വിജയൻ ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ നിവൃത്തിയില്ലാതെ ഹാജരായിരിക്കുകയാണ്. നിരവധി കോടതികളിൽ കേസ് കൊടുത്ത് അന്വേഷണത്തിൽ വരാതെ ഒരു വിധത്തിലൊക്കെ പിടിച്ചു നിന്നു. അത് മാധ്യമങ്ങളെയൊക്കെ കബളിപ്പിച്ചും നുണ പറഞ്ഞും പറ്റിച്ചുമൊക്കെ പിടിച്ചു നിന്നു. ഇപ്പോൾ നിവൃത്തിയില്ലാണ്ട് ചോദ്യം ചെയ്യുകയാണ്. കേസ് എവിടം വരെ പോകും, എങ്ങനെ പോകുമെന്നും നമുക്കറിയത്തില്ല. എങ്കിലും നീതിന്യായമുണ്ട്. നീതിന്യായ വ്യവസ്ഥ ജനാധിപത്യത്തിൽ എത്ര വലിയ വ്യക്തിയാണെങ്കിലും, കുന്നുപോലെ പണമുണ്ടെങ്കിലും, ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, എങ്കിലും ഒരു സമയമുണ്ട്, സത്യം ഒരിക്കൽ വെളിച്ചത്തിൽ വരും എന്നുള്ള ഇതാണ്. കർത്തയുടെ മകളെയും കർത്തേനെയും ഒക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ്. കർത്തയുടെ ഭാര്യയും മകളെയും മകനെയും ഒക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. കർത്ത എവിടെയാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു കരിമണൽ കർത്തയല്ല, ധാരാളം കർത്തകൾ ഇവിടെയുണ്ട്. ഇതിനൊക്കെ അന്വേഷണം ഉണ്ടാവണം.
ഗവൺമെൻറ് അവർക്ക് വേണ്ടുന്നത് അന്വേഷിക്കും, അല്ലാത്തത് അന്വേഷിക്കില്ല. എന്താണെങ്കിലും ഇതൊരു നല്ലൊരു സൂചനയാണ്. അന്വേഷണം മുറ പോലെ നടക്കട്ടെ. അങ്ങനെ ജനങ്ങൾ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നു. സാമാന്യ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ദുരൂഹമായ സാഹചര്യത്തിൽ ദുരൂഹമായി പണമുണ്ടാക്കുന്ന വൻകിട ബിസിനസ്സുകാരും വൻകിട ലോബികളും മദ്യ ലോബികളും ഒക്കെ പറ്റി അന്വേഷണം ഉണ്ടാകണം. കോടതികളിൽ അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്താണെങ്കിലും ജനാധിപത്യത്തിന് ഒരു നല്ല കാര്യമാണ്. ജനങ്ങൾ വളരെ അക്ഷമരായി നോക്കിയിരുന്ന ഈ അന്വേഷണം എവിടം വരെയാവുമെന്ന് നമുക്കറിയില്ല. നോക്കുകൂലി, പണ്ട് ചുമട്ടുതൊഴിലാളികൾ നോക്കുകൂലി എന്നും പറഞ്ഞ് പൈസ മേടിക്കുന്ന ഒരു ദുരാചാരം പോലെയുള്ള ഇതുപോലെയാണ് ഇത്. ഏതെങ്കിലും ഒരു കമ്പനി തുടങ്ങി ഒരു സേവനവും ചെയ്യാണ്ട് വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ ഉന്നത മന്ത്രിമാരുടെയും മക്കൾക്കും ബന്ധുക്കാർക്കും നോക്കുകൂലി പോലെ ആവശ്യം പോലെ പണം തട്ടിയെടുക്കുക, കൊടുക്കുക, കമ്പനികളിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം മൂടി വെക്കുക, വകുപ്പും ചട്ടങ്ങളും കോടതിയും നിയമവും പറഞ്ഞ് കേസ് വൈകിപ്പിക്കുക. എന്തൊരു അവസ്ഥയാണിത്! ഇതാണോ ഒരു ജനാധിപത്യ രാജ്യത്തിലെ സത്യമേവേ ജയതേ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ട് സത്യം മാത്രം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ മഫിയായും കള്ളത്തരവും കപടതയും സത്യത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന പോലീസ് സേനയും ഉന്നത ഉദ്യോഗസ്ഥന്മാരും കള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും അത് കോടതിയിൽ കാണിക്കുകയൊക്കെ ചെയ്ത് കള്ളത്തരം മാത്രം നടത്തുന്ന പ്രസ്ഥാനമാണോ നമുക്ക് വേണ്ടത്? ഇതിനൊക്കെ എതിരെ നമ്മൾ പൊതുജനങ്ങൾ ചിന്തിക്കണം, വോട്ട് ചെയ്യണം. എന്തായാലും സുഹൃത്തുക്കളെ, ഈ കേസ് തെളിയട്ടെ, കള്ളന്മാരെയൊക്കെ പിടിക്കട്ടെ, നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ വരട്ടെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.